Dear students, good afternoon, all of you. So we are discussing our fifth chapter, Ancient Tamilagam. We already studied about the megalithic monuments, megalithic age, Iron Age, Sangam literature, thin ice, 5 types of thin ice, etc. Right. Now we are moving on to the next topic, Umanar. Who is Umar or who was Umanar? The merchant group who engaged in the exchange of good is called as Umanar. That means we know that today there are a lot of merchant groups. ഓക്കെ, അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് മർച്ചൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. എങ്ങനെയുള്ള പല സാധനങ്ങളും പല ആളുകളിലേക്കും എത്തിക്കുന്ന മർച്ചൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ. അവർക്ക് നമ്മൾ എന്തെന്ന് വിളിക്കും? പലതരത്തിലുള്ള കച്ചവടക്കാർ എന്ന് വിളിക്കും. അപ്പം അതേപോലെ തന്നെ ആൻഷ്യൻ തമിഴകത്തിൽ ഉണ്ടായിരുന്ന കച്ചവട സംഘത്തിനെ, കച്ചവട ഗ്രൂപ്പിനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്ന പേരാണ് ഉമ്മണർ. അവരെ വിളിച്ചിട്ടുണ്ടായിരുന്ന പേര് അല്ലെങ്കിൽ അവരറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന പേരായിരുന്നു ഉമ്മണർ. സോ ഉമ്മണർ ആർ ദി മെർച്ചൻറ്റ് ഗ്രൂപ്പ് ഹൂ എൻഗേജ്ഡ് ഇൻ ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്. ഓക്കെ, ദെൻ വാട്ട് വാസ് ദ റോൾ ഓഫ് ഉമ്മണർ ഇൻ ദി ട്രേഡ് ഓഫ് ആൻഷ്യൻ തമിഴകം? അപ്പോൾ ആൻഷ്യൻ തമിഴകത്തിലെ ട്രേഡിൽ ഉമണർ വഹിച്ച പങ്ക്, അവരുടെ റോള് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉമണരുടെ റോള് ആൻഷ്യൻ തമിഴകത്തിൽ. ഫസ്റ്റ് വൺ, ദേ എക്സ്ചേഞ്ച്ഡ് സ്പൈസസ് ആൻഡ് അതർ മേജർ എക്സ്പോർട്ട് കമ്മോഡിറ്റി ഇൻ ആൻഷ്യൻ തമിഴകം. ആൻഷ്യൻ തമിഴകത്തിലെ പ്രധാനപ്പെട്ട എക്സ്പോർട്ടിംഗ് ഐറ്റംസ് ആയിരുന്നു സ്പൈസസ് ആയിട്ടുള്ള പെപ്പർ, കാടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്പൈസസ്. അതൊക്കെ ആൻഷ്യൻ തമിഴകത്തിൽ തന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉമണറായിരുന്നു. നമുക്കറിയാം, ഓരോ തിണൈസിലും ഓരോ വസ്തുക്കളാണ് കൃഷി ചെയ്തിരുന്നത്, കൾട്ടിവേറ്റ് ചെയ്തിരുന്നത് അല്ലേ. കുറിഞ്ചിയിൽ മെയിനായിട്ടും സ്പൈസസ്, റൈറ്റ്. നെയ്തൽ, സാൾട്ട് ആൻഡ് ഫിഷിംഗ്. അപ്പോൾ ഒരു സ്ഥലത്തുള്ളത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചിരുന്ന ആളുകൾ, ആ കച്ചവട ഗ്രൂപ്പായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ഉമണർ. അപ്പം അത് തന്നെയായിരുന്നു അവരുടെ പണി. ദെൻ ദേ ഓൾസോ എക്സ്ചേഞ്ച്ഡ് ഗുഡ്സ് ഫോർ അതർ തിണൈസ്. അപ്പോൾ ഓരോ തിണയ്ക്കും ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ നെയ്തലിൽ സ്പൈസസ് ഒന്നും കിട്ടൂല, അപ്പോൾ കുറിഞ്ചിയിൽ പോയിട്ട് സ്പൈസസ് കളക്ട് ചെയ്തിട്ട് എവിടെ കൊണ്ടുപോയി കൊടുക്കും? നെയ്തലിൽ കൊണ്ടുപോയി കൊടുക്കും. അതേപോലെ തന്നെ ഓരോ തിണൈസിലുള്ള വസ്തുക്കൾ കളക്ട് ചെയ്തിട്ട് മറ്റുള്ള തിണകളിൽ എത്തിക്കുന്നു. ദെൻ the spices collected by the Umanar were sold at the trade centers in coastal town. അതേപോലെ തന്നെ ഈ കോസ്റ്റൽ ടൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആൻഷ്യൻ തമിഴകം എന്ന് പറഞ്ഞാൽ കേരളം, തമിഴ്നാട്, ആന്ധ്ര അല്ലേ, ആ ഭാഗങ്ങളൊക്കെയാണ്. പിന്നെ കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. സോ അവിടേക്ക് എന്തുണ്ടായിരുന്നു? അന്ന് തന്നെ പോർട്ടുകൾ ഉണ്ടായിരുന്നു. പോർട്ടുകൾ, തുറമുഖങ്ങൾ, അതായത് റോമിലേക്കും മറ്റുമൊക്കെ സാധനങ്ങൾ കയറ്റി അയക്കുന്നതിനുള്ള പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പോർട്ടുകളിൽ അവിടെ ട്രേഡ് സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. പോർട്ടുകളിലെ ട്രേഡ് സെൻറ്റേഴ്സിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതും ആരെന്നെയായിരുന്നു? ഉമണർ തന്നെയായിരുന്നു. ദ സ്പൈസസ് കളക്റ്റഡ് ബൈ ദി ഉമണർ വർ സോൾഡ് അറ്റ് ദ ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ കോസ്റ്റൽ ടൗൺ. അപ്പോൾ കോസ്റ്റൽ ടൗണുകളിലുള്ള ട്രേഡ് സെൻറ്റേഴ്സിൽ, കച്ചവട സ്ഥലങ്ങളിൽ ഈ സ്പൈസസ് കൊണ്ടുപോയി വിറ്റിരുന്നതും ആരാണ്? ഉമണർ തന്നെയാണ്. ദെൻ ലാസ്റ്റ് വൺ, ദേ വർ എക്സ്പോർട്ടഡ് ടു ഫോറിൻ കൺട്രീസ്. ഇങ്ങനെ ട്രേഡ് സെൻറ്റേഴ്സിൽ കൊണ്ടുപോയി വിറ്റിരുന്ന വസ്തുക്കൾ എങ്ങോട്ട് കയറ്റുമതി ചെയ്തു? മറ്റുള്ള ഫോറിൻ കൺട്രീസിലേക്ക്, റോം പോലെയുള്ള ഫോറിൻ കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും ആര് തന്നെയായിരുന്നു? ഉമണർ തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിലുള്ള കച്ചവടം ആരുടെ കയ്യിലായിരുന്നു? ഈ ഉമണരുടെ കയ്യിൽ തന്നെയായിരുന്നു. സോ ദേ എക്സ്ചേഞ്ച്ഡ് സ്പൈസസ് ആൻഡ് അതർ മേജർ എക്സ്പോർട്ട് കമ്മോഡിറ്റി ഇൻ ആൻഷ്യൻ തമിഴകം. They also exchanged goods for other thinais. The spices collected by the Umanar were sold at the trade centers in coastal town. And last one, they were exported to the foreign countries also. Okay, these were the role of Umanar in the trade of the ancient Tamilagam. So Umanar means the merchant group who engaged in the exchange of goods in ancient Tamilagam. Okay, clear? Then move and then the last topic from this chapter,
Moovendan. The inland maritime trade was controlled by the power centers called the Chera, Chola, Pandya. They were together called as Moovendan. അപ്പോൾ ആൻഷ്യൻ തമിഴകത്തിലെ കടലിലൂടെയും കരയിലൂടെയും ഒക്കെയുള്ള കച്ചവടത്തിനെ കൺട്രോൾ ചെയ്തത്, ട്രേഡിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്ന പവർ സെൻറ്റേഴ്സ് ആയിരുന്നു ചേര, ചോള, പാണ്ഡ്യ എന്ന് അറിയപ്പെട്ട്. ഈ 3 ട്രേഡ് സെൻറ്റേഴ്സിനെയും കൂടിയും ഒരുമിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്ന പേരാണ് മൂവേന്തൻ. സിംപ്ലി ഓക്കെ, ദ ട്രേഡ് ഇൻ ദി ഇൻലാൻഡ് ആൻഡ് മാരിടൈം, കടലിലൂടെയും കരവഴിയുമുള്ള ട്രേഡ് which controlled by the 3 power centers which are the Chera, Chola and Pandya. So these 3 trade powers were known as Moovendan. ഇവരെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്ന പേരാണ് മൂവേന്തൻ എന്ന്. Then Mujiri was the capital of Chera, Madurai was the capital of Pandya and Urayur was the capital of Chola. അപ്പോൾ ഓരോ ട്രേഡ് സെൻറ്റേഴ്സിനും ഓരോ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു, ഹെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ മുജീരി ആയിരുന്നു ചേരയുടെ ക്യാപിറ്റൽ, ചേര ട്രേഡ് സെൻറ്ററിൻ്റെ. ദെൻ മധുരൈ, പാണ്ഡ്യ ആൻഡ് ഉറയൂർ, ചോള. ഓക്കെ, സോ മൂവേന്തൻ മീൻസ് ദ ട്രേഡ് which were controlled by the 3 trade centers which are the Chera, Chola and Pandya. So they together called as the Moovendan. And Mujiri was the capital of Chera, Madurai was the capital of Pandya and Urayur was the capital of Chola. Okay, clear. Then major ports during that period, Mujiri, Tondi, Vagai, Mandi, Kaveri Pattanam were the major port cities in ancient Tamilagam. ഇപ്പോൾ ആൻഷ്യൻ തമിഴകത്തിൽ നമ്മൾ പറഞ്ഞു അന്നത്തെ സാധനങ്ങളൊക്കെ റോമിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്തിരുന്നത് കടൽ വഴിയൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും, അല്ലേ? അപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട പോർട്ടുകളുടെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മുജീരി എന്ന് പറയുന്ന പോർട്ട്, ദെൻ തൊണ്ടി, വാഗൈ, മാന്തി ആൻഡ് കാവേരിപ്പട്ടണം were the major port cities during that period. Okay, clear. So today we discussed about Umanar, role of Umanar in trade of ancient Tamilagam, then Moovendans. I think all of you clear about these concepts, right? So this is about ancient Tamilagam, all of you. So please carefully watch this video and also read your textbook very clearly. Okay, and then if you have any doubts, please ask me. Okay, all of you, thank you.